സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്ന് CBI. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കൽ മാത്രമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡിൽ ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്തിയേക്കും. മച്ചാട് കാർണിവൽ സീസൺ 3 സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഏത് സാഹചര്യത്തിലാണ് തട്ടിപ്പുകാരിൽ നിന്ന് 25 ലക്ഷം രൂപ താൻ വാങ്ങിയതെന്ന് വാർത്ത കൊടുത്ത മാധ്യമം തെളിയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണ്. പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് വഴിയാണ്. കോൺഗ്രസ് BJP നേതാക്കൾ പണം കൈപ്പറ്റിയെന്ന് തെളിയുമ്പോൾ പൊതുവൽക്കരിക്കാനുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ശ്രമമാണ് തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു. തട്ടിപ്പുകാരുടെ വിഹിതം പറ്റി പ്രവർത്തിക്കേണ്ട ആവശ്യം CPIM-നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്ന് CPIM. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്ന് CBI. കൊച്ചി CBI കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നേരത്തെ പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയെന്ന കണ്ടെത്തൽ പാലക്കാട് വിചാരണ കോടതി തള്ളിയിരുന്നു. കുട്ടികളുടെ അരക്ഷിതമായ ജീവിത സാഹചര്യവും ക്രൂരമായ ലൈംഗിക ചൂഷണവും ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളെന്നാണ് CBI കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവുകളും കണക്കിലെടുത്താണ് CBI കണ്ടെത്തൽ. കുറ്റപത്രത്തിൽ പോലീസ് സർജന്റെ റിപ്പോർട്ടും CBI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കുറ്റകൃത്യം നടന്ന സ്ഥലം, ഇൻക്വസ്റ്റ് ഫോട്ടോകൾ, തുടർ റിപ്പോർട്ടുകൾ എന്നിവ പഠിച്ച ശേഷം തൂങ്ങി മരണത്തിനാണ് സാധ്യതയെന്ന പോലീസ് സർജന്റെ നിഗമനവും കുറ്റപത്രത്തിൽ പറയുന്നു. ഇളയ കുട്ടിക്ക് 9 വയസ്സ് മാത്രമായിരുന്നു പ്രായമെങ്കിലും ആത്മഹത്യ എന്ന സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിസങ്കീർണമായ കുടുംബ പശ്ചാത്തലം, ബാല്യകാല ദുരനുഭവങ്ങൾ, ലൈംഗിക ചൂഷണം, മതിയായ കരുതൽ ലഭിക്കാത്ത ബാല്യം എന്നിവയെല്ലാം കുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാകാം. കേസിൽ കൊലപാതക സാധ്യത നിലവിലില്ലെന്ന ഫോറൻസിക് കണ്ടെത്തലും കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് CBI കണ്ടെത്തിയിരുന്നു. മക്കളുടെ മുന്നിൽ വെച്ചാണ് 1-ാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ഇളയ കുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിനെതിരെ കുട്ടികളുടെ അമ്മ നൽകിയ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുത്ത CBI അമ്മയെ 2-ാം പ്രതിയും അച്ഛനെ 3-ാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം നൽകിയത്. 11-കാരിയായ മൂത്ത കുട്ടി 2017 ജനുവരി 13-നും 9 വയസ്സുകാരിയായ ഇളയ കുട്ടിയെ അതേ വർഷം മാർച്ച് 4-നുമാണ് സ്വന്തം വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കൽ മാത്രമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM തൃശൂർ സമ്മേളനത്തിന് തുടക്കം. കുന്നംകുളം ടൗൺ ഹാളിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. CPIM ജില്ലാ സമ്മേളനങ്ങളിൽ അവസാനത്തെ സമ്മേളനമാണ് തൃശൂരിലേത്. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കൽ മാത്രമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സമ്മേളന പ്രക്രിയയാണ് നടന്നത്. സമ്മേളനത്തിൽ വിമർശനമുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. സമ്മേളനത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ലോക പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ കക്ഷികൾക്ക് വലിയ മുൻകൈ ലഭിക്കുന്നു. തികച്ചും സ്വേച്ഛാധിപത്യ നിലപാടാണ് ട്രംപിന്റെ വരവോടുകൂടി സ്വീകരിക്കുന്നത്. നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ കൈയും കാലും വിലങ്ങിട്ടാണ് കയറ്റി അയച്ചത്.
അമേരിക്കയുടെ രീതി എന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഇന്ത്യയേക്കാൾ ചെറിയ മെക്സിക്കോ വരെ ശക്തമായി പ്രതികരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല. രാജ്യം ശക്തമായി പ്രതികരിച്ചു. അപ്പോഴാണ് വിദേശകാര്യ സെക്രട്ടറി പ്രതിഷേധിക്കുന്നുവെന്ന് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട് പ്രതിഷേധാർഹമാണ്. AI-ക്കെതിരെ വലിയ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. AI ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും. കുറേ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. കുത്തകകളുടെ ഉൽപ്പാദനോൽപാദിക്ക് കരുത്ത് പകരുന്നതാകും AI. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഹിന്ദു രാഷ്ട്രം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് BJP പ്രതീക്ഷിച്ചത്. BJPയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന നിലപാടാണ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതുവരെ BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീട് യെച്ചൂരിയുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കമാണ് ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസിന്റെ വല്യേട്ടൻ മനോഭാവം. BJP വിരുദ്ധ ബ്ലോക്കായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഡൽഹി ഭരണം തളികയിൽ വെച്ച് BJPക്ക് നൽകിയത് കോൺഗ്രസും AAPയും ഒന്നിച്ചു നിന്നാൽ കൂട്ടുകക്ഷി സർക്കാരിന് അധികാരത്തിലെത്താനാകും. കുറെ പഠിക്കാനുണ്ടെന്നാണ് ഇന്ന് പ്രിയങ്ക പറഞ്ഞത്. എന്തു പഠിക്കാനാണ്? ലളിതമായി പഠിക്കൂ. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. 19 മുതൽ 5 ദിവസത്തെ ഏരിയ കാൽനട ജാഥ, ജില്ലാ കേന്ദ്ര ഓഫീസ് ഉപരോധവും സംഘടിപ്പിക്കുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി. കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനം. എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും. മാർച്ച് ആദ്യവാരം ടൗൺഷിപ്പിന് തറക്കല്ലിടും. 1 കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് തീരുമാനം. നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. കേസിൽപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലായിരുന്നു ആശയക്കുഴപ്പം. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും ഏറ്റെടുക്കാനായിരുന്നു തീരുമാനം. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ഏറ്റെടുക്കലിന് ഹൈക്കോടതി അനുമതിയും നൽകി. എന്നാൽ ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇതാണ് സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടാക്കിയത്. സാധാരണ കേസിൽപ്പെട്ട ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിക്ക് നൽകുന്ന നഷ്ടപരിഹാരം ബന്ധപ്പെട്ട കോടതിയിൽ കെട്ടിവെച്ച് ഏറ്റെടുക്കുകയാണ് പതിവ്. അതിന് വിപരീതമായി കേസിൽപ്പെട്ട ഭൂമിക്ക് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി പരാമർശിച്ചതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഹായം തേടിയിരുന്നു. ഇതിലാണ് ഇപ്പോൾ വ്യക്തത വന്നത്. അതേസമയം ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആദ്യ പട്ടികയിൽ 242 കുടുംബങ്ങളാണ് ഇടം നേടിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടമായവർ, വാടകയ്ക്ക് താമസിച്ചിരുന്ന ദുരന്തബാധിതർ, പാടികളിൽ കഴിഞ്ഞിരുന്ന ദുരന്തബാധിതർ എന്നിവരെയാണ് ഒന്നാംഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്ക് മറ്റെവിടെയും വീടില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. 10ാം വാർഡിൽ കരട് ലിസ്റ്റിൽ നിന്ന് 50 പേരും പരാതിയെ തുടർന്ന് ഉൾപ്പെടുത്തിയ ഒരു കുടുംബവും ഉൾപ്പെടെ 51 പേരാണ് പട്ടികയിൽ ഉള്ളത്. 11ാം വാർഡിൽ കരട് ലിസ്റ്റിൽ നിന്ന് 79 പേരും ആക്ഷേപത്തെ തുടർന്ന് ഉൾപ്പെടുത്തിയ 4 പേരും ഉൾപ്പെടെ 83 പേർ പട്ടികയിലുണ്ട്. 12ാം വാർഡിൽ കരട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 106 കുടുംബങ്ങളും പരാതിയെ തുടർന്ന് ചേർക്കപ്പെട്ട 2 കുടുംബങ്ങളും ഉൾപ്പെടെ 108 പേരുണ്ട്. അന്തിമ പട്ടിക കളക്ടറേറ്റ്, വയനാട് മാനന്തവാടി RDO ഓഫീസ്, വൈത്തിരി താലൂക്ക് ഓഫീസ്, വെള്ളിമല വില്ലേജ് ഓഫീസ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വെബ്സൈറ്റുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി. ഇന്ന് രാവിലെയാണ് കോഴിക്കോട്ടെ MTയുടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തിയത്. MTയുടെ കുടുംബാംഗങ്ങളുമായി സുരേഷ് ഗോപി സംസാരിച്ചു. MTക്കൊപ്പമുള്ള ഓർമ്മകളും പങ്കുവച്ചു.
MTയുടെ ഭാര്യ സരസ്വതി ടീച്ചറോടും മകൾ അശ്വതിയോടും 15 മിനിറ്റോളം സുരേഷ് ഗോപി സംസാരിച്ചു. വടക്കൻ വീരഗാഥയുടെ ഓർമ്മകളും തിരക്കഥയുടെ പ്രസക്തിയും പങ്കുവച്ച സുരേഷ് ഗോപി മലയാളത്തിന്റെ കലാമഹത്വമാണ് MT എന്ന് അനുസ്മരിച്ചു. വടക്കൻ വീരഗാഥ പോലുള്ള തിരക്കഥകളിൽ അദ്ദേഹത്തിന്റെ മാജിക് കാണാം. മനുഷ്യ മനസ്സുകളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ആഴത്തിൽ സ്പർശിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെന്നും സുരേഷ് ഗോപി പറഞ്ഞു. PC വാഴാനി ടൂറിസം കോറിഡോർ റോഡിൽ ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്തിയേക്കും. PC വാഴാനി ടൂറിസം കോറിഡോർ റോഡിൽ ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്തിയേക്കും. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവ് നടത്താൻ LDF യോഗത്തിൽ തീരുമാനമായ സാഹചര്യത്തിൽ PC വാഴാനി ടൂറിസം കോറിഡോർ റോഡിലും ടോൾ പിരിവ് നടപ്പിലാക്കുമെന്ന വിവരം. കിഫ്ബി മുഖേന 62 കോടി രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. മാടക്കത്ര പഞ്ചായത്തിലെ പൊങ്ങണങ്കാട് മുതൽ തെക്കങ്കര പഞ്ചായത്തിലെ കരിമത്ര വരെയാണ് റോഡ് നവീകരണം നടത്തുന്നത്. DMBC നിലവാരത്തിലുള്ള റോഡ് നിർമ്മാണം മഴയ്ക്ക് മുമ്പ് പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ടോൾ പിരിക്കുന്നതിന് LDF യോഗത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞതായി LDF കൺവീനർ TP രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഭരണമുന്നണി പച്ചക്കൊടി കാണിച്ച സാഹചര്യത്തിൽ കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പായി. ചെലവഴിച്ച പണം തിരിച്ചു കിട്ടാൻ ടോളല്ലാതെ മറ്റു മാർഗമില്ലെന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. വികസന പ്രവർത്തനങ്ങളുമായി കിഫ്ബി മുന്നോട്ടു പോകണമെങ്കിൽ തിരിച്ചു വരുമാനം കിട്ടാനുള്ള മാർഗങ്ങളും കണ്ടെത്തിയേ തീരുവെന്ന് ഇവർ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളുടെ മുതുകത്ത് മറ്റൊരു ഭാരം കൂടി വരുമെന്ന് ചുരുക്കം. പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. വാർത്തകൾ തുടരുന്നു. മച്ചാട് കാർണിവൽ സീസൺ 3 സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവൽ സീസൺ 3 സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റും മേളയുടെ ചെയർമാനുമായ TV സുനിൽ കുമാർ നിർവഹിച്ചു. കഴിഞ്ഞ 2 വർഷം നമ്മൾ ഈ പരിപാടി ഇവിടെ നല്ല രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കണമെന്നാണ് ഇതിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളും അതിൻ്റെ ഭാഗമായി വിപുലമായ രീതിയിലുള്ള പരിപാടിയാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന മച്ചാട് കാർണിവൽ പരിപാടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തെക്കുംകര പഞ്ചായത്തും വ്യാവസായിക വകുപ്പും പൂര കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് മച്ചാട് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC സജീന്ദ്രൻ, PR രാധാകൃഷ്ണൻ, KN രാജൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പൂര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എങ്കക്കാട് വാഴാനി റോഡിലെ ഡെലീസ ഹോട്ടലിന്റെ സമീപമുള്ള പാടത്ത് പുല്ലിന് തീപിടിച്ചു. ഏങ്കങ്കാട് വാഴാനി റോഡിലെ ഡെലീസ ഹോട്ടലിന് സമീപമുള്ള പാടത്ത് പുല്ലിന് തീപിടിച്ചു. ഓട്ടുപാറയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയെത്തി തീ അണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ, SK ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വിഷ്ണു GS, സുഭാഷ് B, അനീഷ് ലാൽ, K ഗോപകുമാർ, ഹോംഗാർഡ് ശിവൻ എന്നിവർ നേതൃത്വം നൽകി. ഡൽഹിയിലെ മഹാവിജയ ആഘോഷം. BJP വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി വടക്കാഞ്ചേരി ടൗണിൽ പ്രകടനം നടത്തി. ഡൽഹിയിലെ മഹാവിജയ ആഘോഷം BJP വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൗണിൽ നടന്ന പ്രകടനം. വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ S രാജു, അനിൽകുമാർ, ട്രഷറർ രാമപ്രസാദ്, സെക്രട്ടറി ബിനീഷ് KR, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി E, ജനറൽ സെക്രട്ടറി റിജു KN, വൈസ് പ്രസിഡന്റ് വിനയൻ KP, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ KR, OBC മോർച്ച മണ്ഡലം മെമ്പർ ബിന്ദു മനോജ് എന്നിവരും ബൂത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റായി PN ഗോകുലൻ ചുമതലയേറ്റു.
വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റായി PN ഗോകുലൻ ചുമതലയേറ്റു. 25 വർഷം ശിവക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളും ഉത്സവങ്ങളും വിപുലമായ പരിപാടികളോടെ നടത്തുമെന്ന് ചുമതലയേറ്റ PN ഗോകുലൻ പറഞ്ഞു. വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൽ 10-20 കൊല്ലം പ്രസിഡന്റായിട്ടും സെക്രട്ടറിയായിട്ടും ജോയിന്റ് സെക്രട്ടറിയായിട്ടും മെമ്പറായിട്ടൊക്കെ പല രീതിയിൽ പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ബഹുമാനപ്പെട്ട അന്തരിച്ച DGP, ബഹുമാനപ്പെട്ട അന്തരിച്ച മഹാദേവയ്യർ, അതേപോലെ തന്നെ മദ്രാസ് കണ്ണൻ PN രാജൻ, അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായം കൊണ്ട് നമുക്ക് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് കഴിഞ്ഞിരുന്നു. അതായത് നടപ്പര വലുതാക്കൽ, 2 ശ്രീകോവിൽ, മറ്റേ ചെമ്പോലമേയിൽ നടവഴി ഉണ്ടാക്കൽ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇൻ്റർലോക്ക്, പുറം ഭാഗം ഇൻ്റർലോക്ക് ചെയ്യൽ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റി. വീണ്ടും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളും വരികയാണ്. ശിവരാത്രി വരുന്നുണ്ട്, ഉത്സവം വരുന്നുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായി അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ദേവസ്വം ഓഫീസറും മഞ്ജുഷ, അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഓർത്തിയില്ല, അദ്ദേഹത്തിൻ്റെയും എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരുടെയും സഹായത്തോടു കൂടി, പ്രത്യേകിച്ച് ഞാൻ ഓരോരുത്തരുടെയും പേര് വീണ്ടും വീണ്ടും പറയുന്നില്ല, അവരുടെയൊക്കെ സഹായത്തോടുകൂടി ഇതൊക്കെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തുകൊണ്ട് ആ ഒരു തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ എന്നുകൂടി ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. അതുപോലെ തന്നെ 10-20 കൊല്ലത്തെ അമ്പലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു പേരും കൂടിയുണ്ട്, മേലേതിൽ വിജയേട്ടൻ. അദ്ദേഹത്തിൻ്റെ നിസ്സീമമായ പ്രവർത്തനം കൂടി ഇതിൽ ഭാഗഭാഗമായിട്ടുണ്ട് എന്നുകൂടി ഈ സമയത്ത് ഓർക്കുന്നതാണ്. തെക്കുംകര പുന്നംപറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചു. തെക്കുംകര പുന്നംപറമ്പ് റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചു. പുല്ലാനിക്കാട് മുതൽ പുന്നംപറമ്പ് വരെയുള്ള റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്നതിനാൽ കലുങ്കുകൾ നിർമ്മിക്കുന്നതിനായി റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരുന്നു. ഇതുമൂലം ചെറുവാഹനങ്ങൾ മാത്രമാണ് ഗതാഗതം നടത്തിയിരുന്നത്. ഒരു ഭാഗം നിർമ്മാണം പൂർത്തിയായ കലുങ്കുകൾക്ക് മുകളിൽ മണ്ണിട്ട ശേഷമാണ് ബസ് സർവീസ് ആരംഭിച്ചത്. 18-ന് നടക്കുന്ന മച്ചാട് മാമങ്കത്തോടനുബന്ധിച്ചാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ളത്. മച്ചാട് മാമാങ്കത്തിന് ശേഷം റോഡ് നിർമ്മാണത്തിനായി വീണ്ടും അടച്ചിടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. വാളയാറിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ മരണം ആത്മഹത്യയാകാമെന്ന് CBI. പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കൽ മാത്രമല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തി. പീച്ചി വാഴാനി ടൂറിസം കോറിഡോർ റോഡിൽ ടോൾ പിരിവ് സംവിധാനം ഏർപ്പെടുത്തിയേക്കും. മച്ചാട് കാർണിവൽ സീസൺ 3 സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.